അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നീ വേദിയിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ചരിത്ര സംഭവം, അതിനെ അടിസ്ഥാനമാക്കി ഏതാനും വിഷയങ്ങൾ, ഒരു മഹനീയ ദുആവചനം. സംഭവം അസ്സായിബ് ഇബ്നു യസീദ് അൽ കിന്ദി സാക്ഷിയായതും അദ്ദേഹം ഉദ്ധരിക്കുന്നതുമാണ്. അദ്ദേഹം പറയുന്നത്, സല്ലാ ബിന അമ്മാറു ബിനു യാസിരിൻ صلاة فأوجز فيها فقال بعض القوم لقد خففت أو أوجزت الصلاة فقال ألم أتم فيها الركوع والسجود قالوا بلى. ഇങ്ങനെ തുടങ്ങിയാണ് ഈ സംഭവം. അസ്സായിബ് ബിനു യസീദ് പറയുന്നത്, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു ഞങ്ങളെയും കൊണ്ട് നിസ്കാരം നിർവഹിച്ചു. ആ നിസ്കാരത്തിൽ ഔജസ ഫിഹ എന്നാണ്, വളരെ ലഘൂകരിച്ചുകൊണ്ടുള്ള ചുരുക്കിയുള്ള നിസ്കാരമാണ്. അപ്പോൾ ആളുകൾ ചോദ്യം ചെയ്തു, ഫഖാല ബഅദുൽ ഖൗം ലഖദ് ഖഫഫ്ത ഔ ഔജസ്ത ഫീഹ, താങ്കൾ നിസ്കാരം വളരെ ഖഫീഫാക്കി, ലഘുവാക്കി, അല്ലെങ്കിൽ താങ്കൾ അത് വളരെ ഹ്രസ്വമായി നിർവഹിച്ചു. ഖഫഫ്ത ഫീഹ ഔ ഔജസ്, ഇതാണ് അതിൻ്റെ തുടക്കം. ഇവിടെ അസ്സായിബ് ഇബ്നു യസീദ് സംഭവത്തിൻ്റെ സാക്ഷി. അദ്ദേഹം സഹാബികളിൽ ചെറുപ്രായക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം ഹജ്ജത്തുൽ വദായിൽ കണ്ടു. അദ്ദേഹം ഉപ്പയോടൊപ്പം ഹജ്ജിന് പോയി ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്തു. അന്ന് 7 വയസ്സാണ്. ഈ അസ്സായിബിനു യസീദ് അൽ കിന്ദി, അബു അബ്ദില്ല അൽ മദനി അൽ കിന്ദി എന്ന പേരിൽ ഈ പണ്ഡിതൻ, അദ്ദേഹം സഹാബിയാണ്. പക്ഷേ സഹാബികളിൽ ചെറു പ്രായക്കാരായ സഹാബിയായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുക. ഈ അസ്സായിബിൻ യസീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും ശ്രവിക്കാനും അവസരം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ 7-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മായി അല്ലെങ്കിൽ കുഞ്ഞാമ്മ അദ്ദേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന സംഭവം വേറെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. അദ്ദേഹത്തെ തലോടി. അതുകൊണ്ട് തന്നെ ഈ അസ്സായിബിൻ യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതം വാർദ്ധക്യത്തിലും അദ്ദേഹത്തിൻ്റെ തലമുടി മിൻഹാമത്തിഹി ഇല മുഖദ്ദിമത്തിഹി, മുർദാവ് മുതലും ഇതുവരെ കറുത്തിട്ട് മുടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പെരടി ഭാഗവും പിന്നെ ഈ സൈഡൊക്കെ വെളുത്ത മുടി. ഒന്നാലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും. തലൻ്റെ ഈ മുർദാവ് മുന്ന് വരെ കറുത്ത മുടി, സൈഡും ബാക്കൊക്കെ വെളുത്ത മുടി, താടിയും വെളുത്തത്, ഒക്കെ വെളുത്തത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇതെന്താണ്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ മൂർദ മുതൽ മുന്ന് വരെ ഒരിക്കലും കറുക്കൂല, നര ബാധിക്കൂല. അതെന്തുകൊണ്ട്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ കുട്ടികളോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഞങ്ങളുടെ അടുക്കലൂടെ കടന്നുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മൂർദാവിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്ക് തടവി. എന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ഫീഹി, അള്ളാഹുവെ ബർക്കത്തരുളി എന്ന് ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒരിക്കലും വെളുക്കണ പ്രശ്നമല്ല, നിര പിടിക്കുന്ന പ്രശ്നമല്ല, അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഏതായാലും അസ്സായിബ് ബിൻ യസീദ് അദ്ദേഹം സഹാബികളെ സഹവസിക്കാനും അവരിൽ നിന്ന് അറിയാനും അനുഭവിക്കാനൊക്കെ അവസരം ഉണ്ടായൊരു മഹാനാണ്. അങ്ങനെ പറയാൻ കാരണം, ഹജ്ജത്തുൽ വദായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ 3 മാസം കാലമല്ലേ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സഹാബികളോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ സഹാബികളെ അനുഭവിക്കാനും അറിയാനും അവസരം ഉണ്ടായി. അതിലൊരു സംഭവമാണ് ഇവിടെ അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ആളുകളെയും കൊണ്ട് നിസ്കരിച്ചു. അപ്പോൾ ആ നിസ്കാരം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വളരെ ലഘുവായിട്ടാണ് നിർവഹിച്ചത്. അപ്പോൾ ആളുകൾ അമ്മാറിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലാണ്, ലഖദ് ഖഫഫ്ത ഫീഹ ഔ ഔജസ്ത, നിങ്ങൾ വളരെ ഹ്രസ്വമാക്കി, നിങ്ങൾ വളരെ ലഘുവാക്കി എന്നാണ് ആളുകൾ അമ്മാറിനെ ചോദിച്ചത്.
അപ്പോൾ അമ്മാറിൻ്റെ പ്രതികരണം ഇവിടെ ആരാ ഈ അമ്മാർ ആരാ? അമ്മാർ ബിൻ യാസിർ. അപ്പോൾ അമ്മാറിൻ്റെ ഉമ്മ ആരാ? സുമയ്യ ബിന്ത് ഹബ്ബാത്ത് അല്ലെങ്കിൽ ഹുബ്ബാത്ത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇങ്ങനെ ചുരുക്കി നിസ്കരിച്ചപ്പോൾ ആളുകൾ അതിൽ ചോദ്യം ചെയ്തപ്പോൾ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറയാണ്, അലം ഉത്തിമ്മ ഫീഹ റുകൂഅ വസ്സുജൂദ്, ഞാൻ റുകൂഉം സുജൂദും പൂർത്തിയാക്കിയിട്ടില്ലേ, അതിൽ പൂർണ്ണത വരുത്തിയിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടാ? നിസ്കാരം ഒരാൾ ഹ്രസ്വമാക്കുക അല്ലെങ്കിൽ ലഘുവാക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് റുക്കൂവും സുജൂദും പൂർണ്ണമാക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമഅ്നീനത്ത് അടക്കവും ഒതുക്കവും ഇല്ലാതെ നിസ്കാരിച്ചിട്ടുണ്ടെങ്കിലാണെന്ന് നിസ്കാരം അസ്വീകാര്യാകുക. അതേസമയം ഒരാൾ റുക്കൂ അതിൻ്റെ പൂർണ്ണ അളവിൽ ചെയ്തു, സുജൂദ് പൂർണ്ണ അളവിൽ ചെയ്തു, ഓരോ റുക്കിനിലും അതിൻ്റെ തുമഅ്നീനത്ത് അടക്കം ഒതുക്കം എന്ന് പറഞ്ഞാൽ അതിൽ നിർബന്ധമായി ചെല്ലേണ്ട കാര്യം അത് ചെല്ലിയിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം, റുക്കൂയിൽ നമ്മൾ കുമ്മിഞ്ഞ് നിന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അദീം എന്നൊരു പ്രാവശ്യം ചെല്ലിയിട്ടുണ്ടെങ്കിൽ തന്നെ റുക്കൂ പൂർണ്ണമായി. സുജൂദിൽ ചെന്നൊരാൾ കിടന്നു എന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊരാൾ ചെല്ലിയിട്ടുണ്ടെങ്കിൽ എന്തായി? അദ്ദേഹം സുജൂദ് പൂർത്തിയാക്കി. ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സുബ്ഹാന റബ്ബിയൽ അഅല 3 പ്രാവശ്യം, അല്ലെങ്കിൽ ഇനി അതിനപ്പുറം വേണമെങ്കിൽ ചെല്ലാം, ദീർഘാക്കാം, ഓത്ത് ദീർഘാക്കാം. സൂറത്തുൽ ഫാത്തിഹക്കപ്പുറം വലിയ സൂറത്ത് ഓതിയിട്ട് ദീർഘാക്കാം. പക്ഷേ ഒരാൾ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതി, അതേപോലെ തന്നെ റുക്കൂയിൽ തസ്ബീഹ് ഇങ്ങനെ ഒരു പ്രാവശ്യം ചൊല്ലി, റുക്കൂയിൽ ചൊല്ലി സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് എഴുന്നേറ്റിട്ട് റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം ചൊല്ലിയാളുടെ നിസ്കാരം അത് സംഭവം അദ്ദേഹം ചുരുക്കി. പക്ഷേ നിസ്കാരം അസ്വീകാര്യമാകില്ല, കുറ്റകരമാകില്ല. ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടല്ലോ, കാക്ക രക്തം കൊത്തുന്നത് പോലെ നിഫ്ലാസൽ മതങ്ങൾ പറഞ്ഞില്ലേ, യൻകുറു അഹദുക്കും കമ യൻകുറുൽ ഉറാബുദ്ദം, കാക്ക രക്തം കൊത്തുന്നത് പോലെ ഇങ്ങനെ കൊത്തുന്ന ഉണ്ടല്ലോ നിസ്കാരം, അതാണ് അസ്വീകാര്യാകുക. അത്തരക്കാരാണ് നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞത്. ഇർജി ഫസല്ലി ഫൈന്നക ലം തുസല്ലി, നീ മടങ്ങി ചെന്ന് നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അല്ലദീ ലം യുത്തിമ്മ റുകൂഅഹു വസുജൂദഹു, റുകൂഉം സുജൂദും ഇത്മാം ചെയ്യാതെ നിസ്കരിച്ചവരാണ്. ഇങ്ങനെ കൊത്തിപ്പൊറുക്കണ അസ്വ ഉന്നാസി സരിഖത്തൻ, ഏറ്റവും മോഷണക്കാരൻ, അല്ലദീ യസ്രിഖു ഫിസ്സലാ, നിസ്കാരത്തിൽ മോഷ്ടിക്കുന്നവനാണെന്ന് പറഞ്ഞത്. അവരിങ്ങനെ കൊത്തിപ്പൊറുക്കിയാണ് നിസ്കരിക്കുക. അത് അമ്മാർ റളിയല്ലാഹു തആല അൻഹു തുമഅ്നീനത്തോടുകൂടി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്? തഖ്ഫീഫ്, ഈജാസ്, ഹ്രസ്വമാക്കി അദ്ദേഹം ലഘുവായിട്ടാണ് നിസ്കരിച്ചത്. അതാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. അപ്പോൾ അവർ അഗ്രി ചെയ്തു. ഖാലു ബല, താങ്കൾ അങ്ങനെ തന്നെയാണ് നിസ്കരിച്ചത്, റുക്കൂഉം സുജൂദൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് അവർ അദ്ദേഹത്തോട് പ്രതികരിച്ചു എന്നാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പിൽക്കാലക്കാരക്കാർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം ഒരിക്കലും അവരോട് ക്ഷുഭിതമാവുകയോ അല്ലെങ്കിൽ അവരോട് കയർക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ അവരുടെ ആ അറിവിൻ്റെ പരിമിതിയെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി അതിൻ്റെ ബാക്കിയുണ്ട്, അതാണ് നമ്മളുടെ വിഷയവും. പക്ഷെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾ ഈ സംഭവത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. ചിലതൊക്കെ എന്താ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങൾ? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അവതീർണ്ണമാണ്. ഏതാണ് ആയത്ത്? മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനി ഇല്ലാ മൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. സൂറത്തുൻ നഹ്ലിലെ 160-ാമത്തെ വചനം. ഇല്ലാ മൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ, ആ നിർബന്ധിക്കപ്പെടുമ്പോൾ ഹൃദയം വിശ്വാസത്താൽ സമാധാനപൂർണമായ വ്യക്തിയെന്ന്. അത് അമ്മാർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത്. ആദ്യം ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട കുടുംബങ്ങളൊക്കെയും ഈ മൗലന്മാരുടെ കുടുംബമാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അദ്ദേഹം അടിസ്ഥാനം അമ്മാർ ഇബ്നു യാസിർ അവർ യമനിലെ കിന്ദ കുടുംബക്കാരാണ്. അവർ കിന്ദികളാണ്. അമ്മാർ ഇബ്നു യാസിർ അൽ കിന്ദി. പക്ഷെ അവർ മക്കയിൽ ഖുറൈശി കുടുംബത്തിൽ ബനു മഖ്സൂം കുടുംബത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മൗലന്മാരായിരുന്നു. അവർ മൗലമായരായി വന്നു.
അവർ ബനു മഖ്സൂം കുടുംബത്തിൻ്റെ മൗലന്മാരാണ്. നീ ബനു മഖ്സൂമാരാ, മഖ്സൂമികൾ അവരിൽപ്പെട്ടവരാണ് അബൂജഹൽ, അതിൽപ്പെട്ടതാണ് ഇക്രിമ ഇബ്നു അബീ ജഹൽ, അതിൽപ്പെട്ടതാണ് ഖാലിദ് ബിനുൽ വലീദ്, അൽ വലീദ് ബിനുൽ മുഗീറ അൽ മഖ്സൂമി. ഇവരൊക്കെ മഖ്സൂം കുടുംബക്കാരാണ്, ഖുറൈശികളുടെ ഒരു ഗോത്രം. ബനു മഖ്സൂമിൻ്റെ കീഴിൽ ഒരു കുടുംബം, അവർ മൗലമാർ, അവരാദ്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അബൂജഹലിനെ പോലുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ സുമയ്യയെയും യാസിറിനെയും അമ്മാറിനെയും സഹോദരൻ അബ്ദുള്ളയും ഒക്കെ അവരെന്ത് ചെയ്തത്, ചൂട് പെരുത്താൽ റമദായിലേക്ക് ചുട്ടുപഴുത്ത മണലിലേക്ക് കൊണ്ടുപോകുമായിരുന്നതാണ്. എന്നിട്ട് ആ മണലിൽ കിടത്തിയായിരുന്നു അവരെ പീഡിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹയൊക്കെ അഹദുൻ അഹദുൻ എന്ന് പറഞ്ഞ് ആ ചുട്ടുപഴുത്ത മണലിൽ പീഡിപ്പിക്കപ്പെട്ട ചരിത്രം വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബു തഹിൽ നടക്കുമ്പോൾ മറബി ആലി യാസിറിൻ, ആലി യാസിറിൻ്റെ അരികിലൂടെ നടന്നു എന്നാണ്. ആലി യാസിർ അപ്പോൾ അവർ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. അവിടെ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സബ്രൻ ആല യാസിർ ഫൈന്ന മൗഇദകുമുൽ ജന്ന, യാസിർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗമാണ് എന്ന്. ആ സന്ദർഭത്തിലാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ അബൂജഹൽ വധിക്കുന്നത്. അവരുടെ മുൻഭാഗം സൂക്ഷ്മാവയവത്തിൽ ഒരായുധം പ്രയോഗിച്ചാണ്, ഇരുമ്പ് പ്രയോഗിച്ചാണ് അബൂജഹൽ സുമയ്യയെ വധിച്ചത്. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ അതേ അവസരത്തിൽ അതേപോലെ തന്നെ അവർ പീഡിപ്പിച്ചു കൊന്നു. അമ്മാർ റളിയല്ലാഹു തആല നമ്മുടെ കഥാപുരുഷൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഇതിനെ തുടർന്ന് പാഞ്ഞു വരുന്നുണ്ട്. കാരണം എന്താ, അദ്ദേഹത്തോടൊരു കുഫറിൻ്റെ വാചകം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശകാരിക്കാൻ, ചീത്ത പറയാൻ അവരാവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ നിർബന്ധിത അവസ്ഥയിൽ ആ ശകാരവർഷം നടത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അമ്മാർ ഓടി വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് മാ തറകൂനി ഹത്താ നിൽതു മിൻക് വസബബ്തുക്, റസൂലെ അവർ എന്നെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു, അവരെന്നെ വിട്ടില്ല, അങ്ങയെ ഒരു ദൂഷ്യ പരാമർശം ഞാൻ നടത്താതെ, അതുകൊണ്ട് എന്നിൽ നിന്ന് അങ്ങേക്ക് നേരെയുള്ള ഒരു പ്രയോഗം വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ ഇത് പറഞ്ഞപ്പോൾ കൈഫ തജിദു ഖൽബക്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുത്മഇന്നുൻ ബിൽ ഈമാൻ, എൻ്റെ ഹൃദയം ഈമാനിനാൽ ശാന്തസന്ധായമാണ്, സമാധാന ചിത്തമാണ്, ഈമാൻ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാം. ശാസ്ത്രമതങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മുലി അമ്മാറുൻ ഈമാനൻ ഇലാ മുശാശിഹി എന്ന്. മുലി അമ്മാർ ഈമാനൻ, അമ്മാർ ഈമാനിനാൽ നിറക്കപ്പെട്ടിരിക്കുന്നു, ഇലാ മുശാശിഹി എന്നാണ്. ഈമാൻ എവിടെയാണ്? കൽബിലല്ലേ. ഇലാ മുശാശിഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ള ഇവിടുത്തെ കാണിക്കണം. കൽബിൽ നിന്ന് ഈമാൻ ഇതുവരേക്കും നിറക്കപ്പെട്ട വ്യക്തിയാണ് ആര്? അമ്മാർ എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ള ചോദിക്കണേ, എന്നെക്കുറിച്ച് ചീത്ത പറയേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ കൽബിൻ്റെ ഹാലെന്താണ് ചോദിച്ചപ്പോൾ മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനോട് പറയുകയാണ്, ഇൻ ആദു ഫഉദ്, ഇനിയും അവർ താങ്കളെ പീഡിപ്പിച്ച് എന്നെ ശകാരിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളിനിയും പറഞ്ഞോളി, പ്രശ്നമൊന്നുമില്ല. ആ വിഷയത്തിലാണ് നമ്മൾ നേരത്തെ കേട്ടായത്, ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്നുള്ളത് അമ്മാറിൻ്റെ അതേ പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചതാണ്. അതെന്നേക്കും അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഓർക്കുന്നതിന് വേണ്ടി വലിയ മഹത്വമുള്ള ആണ് ആര്? അമ്മാർ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവും അമ്മാറും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. അത് ഖാൻ ബൈനി വ ബൈന ഖാലിദിൻ കലാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുകയാണ്. അഹ്ലല്ല ഫിഹിൽ ഖൗൽ എന്നാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അമ്മാറിനോട് സംസാരം ഉണ്ടായപ്പോൾ വളരെ പരുഷമായ ചില പ്രയോഗമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഖാലിദിനെ കുറിച്ചിട്ട് സങ്കടം പറഞ്ഞു. ഖാലിദ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അമ്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നപ്പോൾ പിന്നാലെ ചെന്നപ്പോട്ടും ഖാലിദ് റളിയല്ലാഹു അൻഹു ഉറക്കനെ സംസാരിക്കുകയാണ് അമ്മാറിനോട്. അപ്പോൾ അമ്മാർ കരഞ്ഞ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തസ്മഉ കലാമഹു, തിരുദൂതരെ ഖാലിദ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതകല്ലം സാകിത് വ ലാ യതകല്ലം, റസൂൽ ഉണ്ടാതിരിക്കുകയാണ്, സംസാരിക്കുന്നില്ല, മൗനം ഭജിച്ച് നിൽക്കുകയാണ്. ഖാലിദ് സംസാരിക്കുന്നു, അമ്മാർ കരയുന്നു.
അപ്പം അമ്മാർ പറയുന്ന റസൂലെ ഖാലിദ് പറയുന്നത് നിങ്ങൾ കേൾക്കണില്ലേ? പക്ഷേ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മാനത്തേക്ക് തല ഉയർത്തി എന്നിട്ട് പറഞ്ഞു, മൻ ആദ അമ്മാറൻ ആദാഹുല്ലാ വമൻ അബ്ഗള അമ്മാറൻ അബ്ഗളഹുല്ലാ. അമ്മാറിനെ ആര് ദേഷ്യപ്പെടുത്തിയോ അവന് അള്ളാഹു ദേഷ്യപ്പെടും. അമ്മാറിനോട് ശത്രുത പുലർത്തുന്നവരോട് അള്ളാഹു ശത്രുത പുലർത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാൻ അതോടുകൂടി ഞാൻ അവിടുന്ന് പോന്ന്. എന്നിട്ട് പിന്നെ ഖാലിദ് അമ്മാറിനെ തിരഞ്ഞെടുത്താണ്. ഫമാ കാന ശൈഉൻ അഹബ്ബ ഇലൈ മിൻ റിദാ അമ്മാർ ഫലഖീതു ഫറദിയ എന്നാണ്. എന്താ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ദുനിയാവിൽ അമ്മാറിൻ്റെ പ്രീതിയായിരുന്നു. അമ്മാറിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ നടന്നു, അമ്മാറിനെ ഞാൻ കണ്ടുമുട്ടി, അമ്മാർ എന്നെ പ്രീതിപ്പെടുകയുണ്ടായി എന്നാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. വലിയ ശ്രേഷ്ഠനായിരുന്നു അമ്മാർ. ഞാനിവിടെ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്നൽ ജന്നത ലതഷ്താഖു ഇലാ സലാസിൻ. സ്വർഗം കൊതിക്കുന്ന 3 പേരുണ്ട്. എല്ലാവരും സ്വർഗത്തെ കൊതിക്കാനുള്ള ചെയ്യുക. സ്വർഗം ഇങ്ങോട്ട് കൊതിക്കുന്ന 3 പേരുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിലൊന്ന് അലിയാണ്, മറ്റൊന്ന് അമ്മാറാണ്, പിന്നെ ഒന്ന് സൽമാനാണ് റളിയല്ലാഹു അനിൽ ജമീ. വലിയ ശ്രേഷ്ഠതയുള്ള മഹാനാണ്. സഹാബികൾ പറയാറുണ്ട്, വ അമ്മാറു അജാറഹുല്ലാഹു മിനശ് ശൈത്താനി അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശൈത്താനിൽ നിന്ന് അള്ളാഹു സുരക്ഷ നൽകിയ മഹാനാണ് അമ്മാർ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, പറച്ചിലിനാൽ അള്ളാഹു ശൈത്താനിൽ നിന്ന് രക്ഷ നൽകിയ മഹാനാണ് അമ്മാർ. അതുകൊണ്ട് സഹാബികൾ അങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അമ്മാറില്ലേ, അമ്മാറിൻ്റെ സവിശേഷത ഇതാണ് എന്ന് സഹാബികൾ പിൽക്കാലക്കാരോട് പറയാറുണ്ടായിരുന്നു. എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹിജ്റയുടെ 37-ൽ സിഫീൻ യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകുന്നത്. സിഫീൻ യുദ്ധത്തിൽ അദ്ദേഹം ആ രക്തസാക്ഷിത്വം വഹിക്കുന്ന സന്ദർഭം, അദ്ദേഹം സിഫീൻ യുദ്ധ നാളുകളിൽ ഒരു രാവിലെ പറയുന്നുണ്ട്, ഉസ്ലിഫത്തിൽ ജന്നത്തു വസുവ്വിജത്തിൽ ഹൂറുൽ ഐൻ നൽഖ അൽയൗം ഹബീബന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ഖദ് ആഹിദ ഇലയ്യ അൻ ആഖിറ സാദിഹി മിനദ് ദുനിയ ദൈഹും മിനൽ ലബൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ? അദ്ദേഹം സിഫീൻ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയാകുന്ന ആ ദിനം രാവിലെ പറയുന്ന ആളുകളോട്, എന്താ? സ്വർഗം ഉസ്ലിഫത്തിൽ ജന്ന അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. വസുവ്വിജത്തിൽ ഹൂറുൽ ഐൻ, ഹൂറുൽ ഐൻ അവർക്ക് ഇണകളെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അല്യവും ഇന്ന് നൽഖ ഹബീബന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ കണ്ടുമുട്ടും എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കരാർ, എന്നോടൊരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഈ ദുനിയാവിൽ അങ്ങയുടെ അവസാനത്തെ ജാദ് ഭക്ഷണം അത് ദൈഹും മിൻ ലബൻ, ദൈഹും മിൻ ലബനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ നല്ല പാലിൽ വെള്ളം ചേർത്ത് നേർത്തതാക്കിയതായിരിക്കും അങ്ങയുടെ ഭക്ഷണം എന്ന് അമ്മാർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് പറഞ്ഞത് അമ്മാർ അനുസ്മരിക്കുകയാണ്. അന്നത്തെ അമ്മാറിൻ്റെ ഭക്ഷണം അതായിരുന്നു, ദൈഹും മിൻ ലബൻ, പാലിൽ വെള്ളം ചേർത്ത് നേർത്ത് അത് കുടിച്ച്, അതിലാണ് അമ്മാർ റളിയല്ലാഹു തആല അൻഹു സിഫീനുൽ ഷഹീദാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ, ഇത് ഹിജ്റയുടെ 37-ലാണ്, ഹിജ്റയുടെ 37-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് ആദ്യം ആളുകളോട് എന്താ പറഞ്ഞത്? മസ്ജിദ് നബവി നിർമ്മിക്കാനല്ലേ. അബൂ സഈദ് അൽ ഖുദരി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമർന ബിബിനാഇൽ മസ്ജിദ്, ഞങ്ങളോട് മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അങ്ങനെ പിന്നെ അബൂ സഈദ് അൽ ഖുദരി പറയാണ്, ഞങ്ങളെല്ലാവരും ഓരോ ലബിനകളായിരുന്നു ഏറ്റിയിരുന്നത്, മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കല്ലുകൾ. പക്ഷേ അമ്മാർ 2 ലബിനകളായിരുന്നു ഏറ്റിയിരുന്നു, 2 കല്ലുകൾ ചുമന്നിരുന്നു. മാത്രമല്ല അമ്മാറിൻ്റെ തലയിൽ മണ്ണും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടുവരുന്നത്. അമ്മാർ 2 കല്ല് ചുമക്കുന്നു, തലയിൽ മണ്ണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല യൻഫുദു തുറാബ അൻ റഅസിഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തട്ടിക്കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനോട് പറയുകയാണ്, വൈഹ അമ്മാർ തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ യദഊഹും ഇലൽ ജന്ന വഹും യദഊനഹു ഇലൻ നാർ. വൈഹ അമ്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്തോഷപ്രകടനം എന്ന പോലെ തന്നെയാണ് പറയുന്നത്, ഒരു ആശംസ പറയുന്നത് പോലെ.
തഖ്തുലുഹുൽ ഫിഅത്തുൽ ബാഗിയ, അക്രമികളായ ഒരു വിഭാഗം അമ്മാറിനെ വധിക്കും. അമ്മാർ അവരെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു, അവർ അദ്ദേഹത്തെ നരകത്തിലേക്ക് വിളിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പോൾ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു ഫിത്തനകളിൽ നിന്ന് എന്ന് ദുആ ചെയ്യുകയുണ്ടായി. ഏതായാലും അമ്മാർ റളിയല്ലാഹു തആല മസ്ജിദ് നബവി നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പരാമർശിക്കുന്നത്. അദ്ദേഹം എല്ലാവരും ഒരു കല്ല് ചുമന്ന് മസ്ജിദ് നബവിയെ നിർമ്മിക്കുന്നതിൽ പങ്കെടുക്കും. അദ്ദേഹം 2 കല്ല് ചുമന്ന് മണ്ണേറ്റി തലയിൽ മുഴുവൻ മണ്ണ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി എന്നുള്ളതാണ്. ഇത് ഖന്തഖ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും അദ്ദേഹം ഈ മസ്ജിദ് നബവി നിർമ്മിച്ച് പിന്നെ 5 കൊല്ലം പിന്നിട്ടല്ലേ, 4 കൊല്ലം പിന്നിട്ടാണ് ഖന്തഖ്. ആ ഖന്തഖിൽ അദ്ദേഹം കിടങ്ങു വീഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ഇത് പറയുന്നുണ്ട്, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ എന്ന്, അക്രമികളായൊരു വിഭാഗം നിങ്ങളെ വധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം സിഫീൻ യുദ്ധത്തിൽ ഹിജ്റയുടെ 37 സഫർ മാസത്തിലാണ് സിഫീൻ യുദ്ധം. ആ സിഫീനിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റി താൻ വധിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് എന്ന്. അദ്ദേഹത്തെ അബുൽ ഖാദിയ എന്ന് പറയുന്ന വ്യക്തി വധിച്ചപ്പോൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖാതിലു അമ്മാർ വസാലിബുഹു ഫിന്നാർ, അമ്മാറിനെ കൊല്ലുന്നവൻ, അമ്മാറിൻ്റെ ശരീരത്തിലുള്ള ആയുധങ്ങളെ എടുക്കുന്നവൻ നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതൊക്കെ നമ്മൾ ഹദീസുകളിൽ വായിക്കും. ഏതായാലും ഏറെ മഹത്വം നിറഞ്ഞ ശ്രേഷ്ഠതയുള്ള മഹാനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹമാണ് ജനങ്ങളെ കൊണ്ട് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തെയാണ് ആളുകൾ ചോദ്യം ചെയ്തത്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പ്രതികരണം, അതിൻ്റെ തുടക്കഭാഗമാണ് നമ്മൾ കേട്ടത്. അലം ഉത്തിമ്മ ഫീഹ റുകൂഅ വസ്സുജൂദ്, ഞാൻ നിസ്കാരം ലഘുവാക്കിയെങ്കിലും റുക്കൂവും സുജൂദുമൊക്കെ പൂർണ്ണ അളവിൽ നിർവഹിച്ചിട്ടില്ലേ, തുമഅനീനത്തോടു കൂടിയല്ലേ നിസ്കാരം നടന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ അവർ ഖാലു ബല. എന്നിട്ട് അമ്മാർ പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം, അതിന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എന്താ അദ്ദേഹം പറയാണ്, അമാ ഇന്നി ഖദ് ദഅഉതു ഫീഹാ ബിദുആഇൻ ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ബിഹി. അമാ ഇന്നി, ചില നിവേദനങ്ങളിൽ അമ്മാ ഇന്നി എന്നാണ്. എന്താ ഈ അമ്മാ ഇന്നി എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിസ്കാരം ഹഫീഫാക്കി, ലഘുവാക്കി, അല്ലെങ്കിൽ ഞാൻ നിസ്കാരത്തിൽ ഈജാസ് ഹ്രസ്വമാക്കി. പക്ഷേ ഈ നിസ്കാരത്തിൽ ഞാനൊരു ദുആ ചെയ്തിട്ടുണ്ട്. ഖദ്ദഅഉതു ഫിഹാ ബിദുആഇൻ, ചില റിപ്പോർട്ടുകളിൽ ബിദഅവാത്തിൻ, ചില ദുആ വചനങ്ങൾ ഞാൻ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ബിഹി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറുള്ള ദുആയായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ദുആ പഠിപ്പിച്ചത്. ഏറെ പ്രധാനപ്പെട്ട ദുആവചനങ്ങളാണ്. വലിയ ആശയങ്ങളെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ നാനോന്മുഖങ്ങൾ, അവൻ ഖൈറുകൾ നേടാനും ഷർറുകൾ ചെറുക്കപ്പെടാനും പര്യാപ്തമായ ദുആവചനാണ്. അതാണ് അദ്ദേഹം അവിടെ ഞാൻ ദുആ നിർവഹിച്ചു എന്ന് പറയുന്നത്. അമ്മാർ റളിയല്ലാഹു തആല, ഞാൻ ഇതിലൊരു ദുആ നിർവഹിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്ന ദുആ എന്ന് പറഞ്ഞ് ആളുകളത് അറിയിച്ചിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. അപ്പോൾ എന്താണ് ആ ദുആ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാൾ പിന്നാലെ കൂടി. ചില നിവേദനങ്ങളിൽ അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്നിട്ട് അമ്മാറിനോട് ചെന്ന് ചോദിച്ചു, എന്തായിരുന്നു ആ ദുആ വചനങ്ങൾ? അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ത് ചെയ്തു, ഇത് ആളുകളോട് പറഞ്ഞു കൊടുത്തു. എന്താണ് ആ ദുആ? അതാണ് അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹീനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി അല്ലാഹുമ്മ വഅസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിൽ റിദാ വൽ ഗദബ് വഅസ്അലുക അൽ ഖസ്ദ് ഫിൽ ഫഖ്രി വൽ ഗിനാ വഅസ്അലുക നഈമൻ لا ينفد وقرة عين لا تنقطع وأسألك الرضا بعد القضاء وبرد العيش بعد الموت وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة اللهم زينا بزينة الإيمان وجعلنا هداة مهتدين وجعلنا هداة مهديين. يعني دعاء സമം കുറച്ച് പ്രയോഗങ്ങൾ കൂടുതലുള്ള ദുആയാണ്. പക്ഷേ അതിൻ്റെ ഒരു മഹത്വം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന ദുആ, അത് നിസ്കാരത്തിൽ
നിസ്കാരത്തിൽ എപ്പോഴാണ് ഈ ദുആ ചെയ്യുക? തശഹുദിനും സലാത്തിനും ശേഷം, നിസ്കാരത്തിനൊടുവിലാണ് ചെയ്യുക. അതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ്. അല്ലാഹുവേ, നീ ഗൈബ് അറിയുന്നവനാണ്, അതതിൻ്റെ ഉദ്ദേശം, അദൃശ്യം അറിയുന്നവൻ. അതേപോലെ മുഴുപടപ്പുകൾക്ക് നേരെയും കഴിവുറ്റവനാണ് നീ. എല്ലാ പടപ്പുകളും നിൻ്റെ കഴിവിന് കീഴിലാണ്. നിന്നിലേക്ക് എല്ലാവരും ആശ്രിതരാണ്. മനുഷ്യരാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, ഇനി മറ്റേത് പടപ്പുകളാകട്ടെ, എല്ലാവരുടെയും മേൽ കഴിവുറ്റവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് വഖുദ്റതിക അലൽ ഖൽഖ്. അഹീനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി. എനിക്ക് ഹയാത്ത് ഖൈറാകുന്ന കാലം അത്രയും നീ എനിക്ക് ജീവൻ തരയണമേ, ജീവനേറ്റണമേ, എന്നെ നീ ജീവിപ്പിക്കണമേ. വതവഫനി, നീ എന്നെ മരിപ്പിക്കണമേ. ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി, എനിക്ക് മരണമാണ് ഉത്തമം എന്ന് നീ അറിയുകയായാൽ. ഇവിടെ അള്ളാഹുവിലേക്കുള്ള ആ ഒരു തേട്ടം ഉണ്ടല്ലോ. അഹീനി വതവഫനി, അള്ളാഹിനോട് ദുആയിരിക്കുകയാണല്ലോ. പക്ഷെ ആ ദുആയിരിക്കുന്നതിന് മുമ്പ് ആദ്യം അള്ളാഹുവിനോട് ഭവ്യമാകുകയാണ്. ബിഇൽമിക്കൽ ഗൈബ് ബിഖുദ്റതിക അലൽ ഖൽഖ്. ചില പണ്ഡിതന്മാർ ഇത് തദല്ലുലിൻ്റെയും ഇഫ്തിഖാറിൻ്റെയും പ്രയോഗം എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് കാര്യം തേടുന്നതിന് മുമ്പ് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ഭവ്യമാകുക, വിനയാനിതമാകുക. അള്ളാഹുവിൻ്റെ പ്രത്യേകതയെ അള്ളാഹ്ക്ക് നമ്മൾ അംഗീകരിക്കുക. ബിഇൽമിക്കൽ ഗൈബ്, ഗൈബ് അറിയുന്നവനാരൻ? അള്ളാഹു മാത്രമാണ്. പടപ്പുകളോടും കഴിവുള്ളവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ വകവെച്ച് എണ്ണി അവന് മുമ്പിൽ ഭവ്യമായി വിനയാനിതമായിട്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ഇറക്കുമ്പം നമ്മുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കും. ഈ ഇസ്തിഖാറത്തിൻ്റെ ദുആ, ഇങ്ങനെ ഇസ്തിഖാറത്തിൻ്റെ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക് വ അസ്തഖ്ദിറുക ബിഖുദ്റതിക് ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ ഫഇന്നക തഅലം വലാ അഅലം വഇന്നക അല്ലാമുൽ ഗുയൂബ്. അള്ളാഹിൻ്റെ കുദ്റത്തിനെ അള്ളാഹ്ക്ക് വകവെച്ച്, അള്ളാഹുവിൻ്റെ ഇൽമിനെ, അതും അല്ലാമുൽ ഗുയൂബ്, ഗൈബ് അറിയുന്നവൻ എന്നുള്ള കാര്യത്തെ, അള്ളാഹിൻ്റെ കുദ്റത്തിനെയും അള്ളാഹുവിൻ്റെ ഗൈബ് അറിയുമെന്നുള്ള അള്ളാഹുവിൻ്റെ ഇൽമിനെയും അള്ളാഹ്ക്ക് സമർപ്പിച്ച് അള്ളാഹുവിന് മുമ്പിൽ വിനയാനിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ തേടുന്നത്. അല്ലാഹുമ്മ അസ്തഖീറുക ബിഇൽമിക് വ അസ്തഖ്ദിറുക ബിഖുദ്റതിക്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയണമെങ്കിൽ ആ തേട്ടം അതിൻ്റേതായ അദബുകൾ, മര്യാദകൾ, ചിട്ടകൾ, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളെ ഈ ദുആന്റെ തുടക്കവും പഠിപ്പിക്കണം. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി. അഹ്യിനി, നമ്മളിപ്പോൾ ഹയാത്തിലാണുള്ളത്, അതുകൊണ്ട് തന്നെ പ്രയോഗം മാ അലിംതൽ ഹയാത ഖൈറൻ ലി. വതവഫനി, വഫാത്തായിട്ടില്ല, അപ്പോൾ നമ്മൾ ഹയാത്തിലാണ്, എന്നെ മരിപ്പിക്കണമേ, അത് വരാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി, വഫാത്താണ് എനിക്ക് ഖൈർ എന്ന് നീ അറിയുകയായാൽ എന്നെ മരിപ്പിക്കണമേ, അങ്ങനെ പ്രയോഗം വന്നു. അതുകൊണ്ട് തന്നെ ആ പ്രയോഗം സൂക്ഷിക്കണം. അഹീനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ ദുആ എങ്ങനെയാണ്? ഈ ദുആ മുഅല്ലഖാണ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു അറിയുകയായാൽ ജീവിപ്പിക്കണേ, അറിയുകയായാൽ മരിപ്പിക്കണേ എന്നാണ്. അള്ളാഹുവിൻ്റെ വേണ്ടുകയിലേക്ക്, ഉദ്ദേശത്തിലേക്ക് വിടുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും അങ്ങനെ തേടാൻ പാടില്ല. പണ്ഡിതന്മാർ പറയും, ഈ അൽ ഖൈറുൽ മഹബ്ബ് ഉണ്ട്. അൽ ഖൈറുൽ മഹബ്ബ് എന്ന് പറയുന്നത് നമുക്ക് നന്മയാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യം. ഇപ്പോൾ സ്വർഗം, നമുക്ക് സ്വർഗം കിട്ടണേ എന്നുള്ളത് എന്താ? സ്വർഗം എന്താ? അൽ ഖൈറുൽ മഹബ്ബ്. നമ്മളെ പാപം പൊറുക്കണം, അത് ഖൈറുൽ മഹബ്ബാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ മുഅല്ലഖായിട്ടുള്ള ദുആ അല്ല. അല്ലാഹുവേ, സ്വർഗമാണ് എനിക്ക് ഉത്തമമെങ്കിൽ നീ എനിക്ക് സ്വർഗം തരയണമേ, അങ്ങനെ തേടാൻ പാടില്ല. എൻ്റെ പാപങ്ങൾ പൊറുക്കലാണ് ഉത്തമമെങ്കിൽ നീ എൻ്റെ പാപം പൊറുക്കണമേ, അങ്ങനെ തേടാൻ പാടില്ല. പിന്നെയോ, പാപം പൊറുക്കുക എന്നുള്ളതാണ് തനി നന്മയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ തനി നന്മയാണ്. നരക സുരക്ഷ എന്ന് പറഞ്ഞാൽ തനി നന്മയാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തനി നന്മയാണ്. അത് എന്നാണ് അൽ ഖൈറുൽ മഹബ്ബ് എന്ന് പറയാം. തനി നന്മയിലുള്ള കാര്യങ്ങൾ, അതൊക്കെ നേരിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യണം? ഉറപ്പിൽ തേടുകയാണ് വേണ്ടത്. അതേസമയം ഭാവിയിലൊരു കാര്യം നമുക്കറിയില്ല, അതിൽ ഖൈറാണോ അതല്ല ഷർറാണോ. അതുപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഭാവിയിൽ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടൽ ഗുണകരമാണോ
അതെല്ലാം ആയുസ് നീട്ടിക്കിട്ടൽ അപകടകരമാണോ? നമുക്കറിയില്ല. ചിലർ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. ദീർഘായുസ് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അപകടക്കണിയിൽ പോകും. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. അള്ളാഹു ഖൈറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നീട്ടിത്തരട്ടെ, അങ്ങനെ ദുആ ചെയ്യാണ് വേണ്ടത്. അവിടെ ആണ് ഇത്തരം ഈ തഹ്ലീഖ് ഇത് മനസ്സിലാക്കേണ്ടത്. ഭാവിയിലൊരു കാര്യം അതിൽ ഖൈറാണോ അതിൽ ഷർറാണോ നമുക്കറിയാത്തതാണ് എങ്കിൽ അത് അറിയുന്ന ആളിലേക്ക് വിടാണ് വേണ്ടത്. അതാണ് ആരാണ് അറിയുക? അത് അള്ളാഹുവാണ് അറിയുക. അതിപ്പോൾ നമ്മുടെ ഏതൊരു വിഷയത്തിലും, ചിലരിപ്പോൾ പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ വിഷയങ്ങളിൽ ഇന്ന ആളെ കിട്ടണമെന്ന് ശ്രദ്ധിക്കാൻ പാടുള്ളതല്ല. ദുആയിൽ പഠിച്ചവനെ ഇന്ന ആളെ തന്നെ എനിക്ക് തരണേ, ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായി, അങ്ങനെയല്ല. പിന്നെ അയാളിൽ ഖൈറുണ്ട് എങ്കിൽ എനിക്ക് തരണേ, അവളിൽ ഖൈറുണ്ട് എങ്കിൽ എനിക്ക് തരണേ, അങ്ങനെയാണ് തരേണ്ടത്. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ചിലരെന്ത് ചെയ്യും, ചിലരുടെ വിഷയത്തിൽ പിരാന്താവും, ഓളെ തന്നെ കിട്ടണമെന്നാണ്. ഓള് ഖൈറുണ്ട് എങ്കിൽ ഓളെ തരണേ, ഇനി ഓളിൽ ഖൈറില്ല എങ്കിൽ ഖൈറുണ്ടാക്കിയിട്ട് ഓളെ തരണേ, ആ രീതിയും അങ്ങനെയല്ല. പിന്നെയോ അതിൻ്റെ ഖൈർ അതറിയുന്നവൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് നമുക്കറിയാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാണ് എങ്കിൽ എത്തിക്കണമേ, അതല്ല എങ്കിൽ വഴി മാറ്റണേ. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അതാണ് ഈ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രയോഗത്തിൽ അല്ലാഹുമ്മ അഹീനി മാ അലിംതൽ ഹയാത ഖൈറല്ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറല്ലി. പിന്നെ നോക്കി നിങ്ങൾ എന്താ തരുന്നത്? അല്ലാഹുമ്മ വ അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. അല്ലാഹുവേ, നിന്നെക്കുറിച്ചുള്ള പേടി, ഖശിയത്ത്, അത് രഹസ്യത്തിലും പരസ്യത്തിലും. അതാണ് ഫിൽ ഗൈബി വശഹാദ. ചിലർ പറഞ്ഞു ഫിസ്സിറി വൽ അലാനിയ, അല്ലെങ്കിൽ ഫിൽ മഷ്ഹദി വൽ മഗിയബ്. ആൾക്കൂട്ടത്തിലാണെങ്കിലും ആളൊഴിഞ്ഞിടത്താണെങ്കിലും, രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും, ജനസമക്ഷത്തിലാണെങ്കിലും വിജനതയിലാണെങ്കിലും, ഖശിയതക്, നിന്നോട് പേടി വേണം, ആ പേടി നീ എനിക്ക് തരണമേ എന്നാണ്. ഇത് വലിയ മുഖ്യമായൊരു വിഷയമാണ്. അല്ലാഹുമ്മ ഖശിയതക് ഫിൽ ഗൈബി വശഹാദ. ഖശിയത്തില്ല എങ്കിൽ അത് പല അപകടങ്ങളാണ് ഒരാളിൽ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക് മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക്. അല്ലാഹുവേ, ഇഖ്സിം ലനാ മിൻ ഖശിയതിക്. അല്ലാഹുവേ, നിന്നെക്കുറിച്ചുള്ള പേടി നീ ഞങ്ങൾക്ക്, ഇഖ്സിം ലനാ എന്നാണ് എന്താ, ഉർസുഖ്ന ഹബ്ബൻ വാഫിറൻ, സമൃദ്ധമായ നിലക്കത് നീ ഞങ്ങൾക്ക് കനിയണമേ എന്നാണ്. പടച്ചവനെ കുറിച്ചുള്ള പേടി പടച്ചവൻ തരേണ്ടതാണ്. അത് അള്ളാഹിനോട് തേടുകയാണ്. ഇഖ്സിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക്. ഇവിടെ അതാണ് വ അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹിനോടുണ്ടാകേണ്ട ഖശിയത്ത് അത് തരാൻ തേടുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ വഅസ്അലുക കലിമത്തുൽ ഇഖ്ലാസ് ഫി റിദാ വൽ ഗദബ്. കലിമത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ കലിമത്തുൽ ഹഖ്. കലിമത്തുൽ ഇഖ്ലാസ് എന്നും ഹദീസിൻ്റെ പ്രയോഗമുണ്ട്, കലിമത്തുൽ ഹഖ് എന്നുണ്ട്. ഫി റിദാ വൽ ഗദബ്. ദേഷ്യം പൂണ്ട അവസ്ഥയിലാണെങ്കിലും അതല്ല തൃപ്തിയുള്ള അവസ്ഥയിലാണെങ്കിലും കലിമത്തുൽ ഹഖ് പഠിച്ചവനോട് തേടുക. എന്താ ഈ കലിമത്തുൽ ഹഖ്? ചിലയിടത്ത് കലിമത്തുൽ ഇഖ്ലാസാണ്. കലിമത്തുൽ ഇഖ്ലാസ് നമുക്കറിയാം, എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറയാനുള്ള ഉദവി. അല്ലെങ്കിൽ കലിമത്തുൽ ഹഖ്, ഹഖ് എന്ന് പറഞ്ഞെങ്കിൽ സത്യം പറയുക. ചിലരെന്ത് ചെയ്യും, പിന്നെ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞില്ലേ, വൈദ ഖാസമ ഫജർ, തർക്കിച്ചിട്ടുണ്ടെങ്കിൽ കളവ് പറയും, നെറുകേട് പറയും. മനസ്സിലായി? തർക്കിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം തലയിൽ കയറും. അപ്പം പിന്നെ സത്യം പറയാനുള്ള ഉദവില്ല, അവസരമില്ല. അതുകൊണ്ട് തന്നെ നെറുകേട് പറയും. അതുപോലുള്ളതല്ല. പിന്നെയോ സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും സന്താപത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും, ഇനി ഇഷ്ടത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ദേഷ്യത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിലും ഹക്കിൻ്റെ ഭാഗം പറയാൻ ഉദവി, അതിനു വേണ്ടിയിട്ടുള്ള തേട്ടതാണ് വകലിമത്തുൽ ഹഖ് ഫി റിദാ വൽ ഖദബ്. പിന്നെ വൽ ഖസ്ദ വ അസ്അലുകൽ ഖസ്ദ് ഫിൽ ഫഖ്രി വൽ ഗിന. ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും ധന്യമായ അവസ്ഥയിലാണെങ്കിലും ഖസ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിതത്വം. ചില ആളുകൾ കിട്ടിയാൽ ലാവിഷാണ്, എല്ലാം മറക്കും, വാരി കോരി വിതറി ചിലവാക്കും. കിട്ടിയിട്ടില്ലെങ്കിലോ ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലോ കിട്ടാത്തതിലുള്ള പരിഭവം, അതൃപ്തി, കിട്ടാൻ വേണ്ടിയുള്ള ആർത്തി, കിട്ടാൻ വേണ്ടിയിട്ടുള്ള അന്യായങ്ങൾ, മോഷണം, തട്ടിപ്പറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ
ധനികമായ അവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും ഒരാൾ മിതത്വത്തിൽ വ്യയം ചെയ്യുക എന്നുള്ളത്, മിതത്വം പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് അള്ളാഹുവിനോട് ഇവിടെ തരുന്നത്. വ അസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിന എന്ന്. പിന്നെ അടുത്ത വചനം വ അസ്അലുക നഈമൻ ലാ യൻഫദ് വ ഖുർറത ഐനിൻ ലാ തൻഖതി. അള്ളാഹുവെ, നിലച്ചു പോകാത്ത അനുഗ്രഹം, മുറിഞ്ഞു പോകാത്ത കൺകുളിർമ, ഇത് ഞാൻ നിന്നോട് തേടുന്നു എന്നാണ്. എന്താണ് ഈ നിലച്ചു പോകാത്ത നഈമല്ലാത്ത യൻഫദ്? നിലച്ചു പോകാത്ത നഈം അത് പരലോകത്തെ നിഅമത്താണ്. പരലോകത്തെ നിഅമത്ത് ഒരിക്കലും എന്തില്ല, നിലച്ചു പോകില്ല. സ്വർഗം, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി, ഇതൊക്കെ. അതുകൊണ്ടല്ലേ പിന്നെ നമ്മൾ കവിതയിൽ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വ കുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്ന് കേട്ടത്. ലബീദ് ഇബ്നു റബീഅ അൽ ആമിരി ജാഹിലി കവിയാണ്. അയാൾ ഒരിക്കൽ പിന്നെ ഈ കവിത ചെല്ലുന്നുണ്ട്. ചരിത്രത്തിൽ വലിയ സംഭവമാണ്. എന്താ വിഷയം? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മക്കയിൽ നിന്ന് അദ്ദേഹം പിന്നെ ഹബശയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. മക്കയിൽ ശത്രുക്കളുടെ പീഡനം സഹിക്ക വയ്യാതെയാണ് അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഹബശയിലേക്ക് ഹിജറ പോയി. പിന്നെ ഹബശയിൽ നിന്ന് മുഹാജിറുകൾ മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഹബശയിൽ നിന്നും മടങ്ങി വന്നപ്പോഴാണ് മക്കയിലേക്ക് അടുക്കാൻ പറ്റില്ല, മക്കയിൽ ഇറങ്ങി താമസിക്കാനുള്ള അവസരമല്ല ഹിജറ പോയവർക്ക്. അതുകൊണ്ട് തന്നെ മടങ്ങി വന്ന വിശ്വാസികൾ പലരും മക്കയുടെ ഓരങ്ങളിൽ തങ്ങളുടെ വീടുകളും കുടുംബങ്ങളൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇറങ്ങാൻ വയ്യ, ഖുറൈശികൾ സമ്മതിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി ഉസ്മാൻ ഇബ്നു മദ്ഊനെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഉസ്മാൻ ഇബ്നു മദ്ഊന് അഭയം നൽകിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, കഅബയുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എൻ്റെ അഭയത്തിലാണ്, എൻ്റെ ജീവാറിലാണ് ഇനി മക്കയിൽ. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിയുടെ അഭയത്തിൽ, വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി കൊടിയ മുശ്രിക്ക്, ഇസ്ലാമിൻ്റെ ശത്രു. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അഭയത്തിൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ കഴിയുമ്പോഴാണ് മറ്റു മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. വലിയ പീഡനം അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അൽ വലീദ് ഇബ്നുൽ മുഗീറയോട് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും പീഡിപ്പിക്കപ്പെടുകയാണ്, ഞാൻ നിങ്ങളുടെ അഭയത്തിൽ സുരക്ഷിതനായിട്ട് കഴിയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പീഡിതരാണ് എങ്കിൽ പീഡനമില്ലാത്ത അവരിൽ നിന്നുമുക്തായിട്ടുള്ളൊരവസ്ഥ എനിക്ക് വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ജീവാർ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. മക്കയുടെ അടുക്കൽ കഅബയുടെ പരിസരത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഖുറൈശികൾ കേൾക്കെ എന്ത് ചെയ്തു? ഇത് പിൻവലിക്കാൻ പറഞ്ഞു. അങ്ങനെ വലീദ് ഇബ്നുൽ മുഗീറ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അദ്ദേഹം പ്രഖ്യാപിച്ച ജീവാർ അഭയം അദ്ദേഹം പിൻവലിച്ചതായി പ്രഖ്യാപിക്കാൻ. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഇങ്ങനെ പോകുമ്പോൾ അവിടെയാണ് ഈ കവിത ചെല്ലുന്ന വേദിയുള്ളത്. അപ്പോൾ ലബീദ് കവിത ചെല്ലാണ്, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അള്ളാഹു ഒഴികെയുള്ളതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്, അസത്യമാണ്. മുശ്രിക്കുകളാണ് ഇത് ചെല്ലുന്നത്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വ കുല്ലു നഈമിൻ ലാ മഹാലത സായിലു, എല്ലാ അനുഗ്രഹവും യാതൊരു സംശയമല്ല നീങ്ങിപ്പോകും എന്നാണ് അതിൻ്റെ രണ്ടാം പകുതി. ഇതാണ് ആര് കേൾക്കുന്നത്? വരുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ കേൾക്കുന്നത് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദബ്ത് ഫഇന്ന നഈമൽ ജന്ന ലാ യസൂൽ, നീ പറഞ്ഞത് കളവാണ്. ആ കവിതയിൽ ഏത് കുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്ന് പറഞ്ഞത് കളവാണ്. നഈമുൽ ജന്ന, സ്വർഗമാകുന്ന നഈം, അതൊരിക്കലും ലാ യസൂൽ, അത് നീങ്ങിപ്പോകില്ല, അത് ശാശ്വതമായിട്ടുണ്ടാകും എന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊൻ പറഞ്ഞു എന്നാണ്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തെ അവർ പെരുമാറി അടിച്ച് പിന്നെ നിലം പരിശാക്കി എന്നുള്ളതൊക്കെ ചരിത്രം. ഏതായാലും ഇവിടെ വിഷയം ഈ അള്ളാഹുവിനോട് തേടുന്നത് വ അസ്അലുക നഈമൻ ലാ യൻഫദ്, നിലക്കാത്ത നിഅമത്ത്, അത് നിന്നോട് ഞാൻ തേടുന്നു. വ ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്ത കൺകുളിർമ. ഇസ്ലാം തങ്ങൾ ഇവിടെയാണ് കൺകുളിർമ പറഞ്ഞ് സന്താനങ്ങളുടെ വിഷയത്തിൽ. അത് വിശുദ്ധ ഖുർആനിലെ ദുആ വന്നതല്ലേ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. വജുഇലത് ഖുർറതു ഐനി ഫി സ്വലാ, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിൽ എന്നാണ്.
അപ്പോൾ കൺകുളിർക്കുക എന്നുള്ള വിഷയമുണ്ട്. ആ കൺകുളിർമ കനിയപ്പെട്ടാൽ അത് നിലക്കാത്ത രീതിയിലുള്ള കൺകുളിർമ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്നത്, യാചിക്കുന്നത്. വഅസ്അലുക നഈമൻ ലാ യൻഫദു വഖുറത ഐനിൻ ലാ തൻഖതി. പിന്നെ വഅസ്അലുക റിദാഅ ബഅദൽ ഖദാ വബറദൽ ഐഷ് ബഅദൽ മൗത്ത്. അള്ളാഹുവേ, നിന്നോട് തേടുന്നു അർരിദാഅ ബഅദൽ ഖദാ, വിധി പുലർന്നാൽ അതിനെ തുടർന്ന് തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ളൊരു വിധി ഭവിച്ചാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ള വിധിയാണ്. ഇത് പടച്ച തമ്പുരാൻ എന്നിൽ നിശ്ചയിച്ചതും എനിക്ക് കനിഞ്ഞതുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ക്ഷുഭിതമാകാതെ, അള്ളാഹുവിനോട് അനിഷ്ടം കാണിക്കാതെ തൃപ്തനായിട്ട് വിധിയെ സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു മക്കാമാണ്. അത് പെട്ടെന്ന് സാധിക്കുന്നൊരു വിഷയമല്ല. പഠിച്ചുകൊണ്ടൊരു തൗഫീഖ് തന്നെ വേണം. എന്തെങ്കിലും അനിഷ്ടങ്ങൾ, നമുക്ക് അനിഷ്ടമായത് നമുക്ക് വിധിയായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേലായനിൽ നിന്നുള്ള തീരുമാനവും നിശ്ചയവുമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ തൃപ്തി നൽകി നമ്മളതിനോട് പ്രതികരിക്കുക, വിധിയോട് പ്രതികരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതാണ് അവിടെ തേടുന്നത്. വഅസ്അലുക റിദാഅ ബഅദൽ ഖദാ വബറദൽ ഐഷ് ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം ബർദൽ ഐഷ്. എന്താ ബർദുൽ ഐഷ്? പിന്നെ ജീവിതത്തിൻ്റെ തണുപ്പല്ലേ, അതെന്താ, എപ്പോഴാണ് ബർദുൽ ഐഷ് ബഅദൽ മൗത്ത്? മൗത്തിന് ശേഷം ബർദുൽ ഐഷ് എപ്പോഴാണ് ഉണ്ടാകുക? നമ്മുടെ റൂഹുകൾ എള്ളീനിൽ, വിശുദ്ധ ആത്മാക്കളുടെ ആ ലോകത്തെത്തുമ്പോഴാണ് ബർദുൽ ഐഷ് ബഅദൽ മൗത്ത്. അത് നമ്മുടെ ബർസഖിൽ, നമ്മുടെ ഖബറിടം നമുക്ക് വിശാലമാകുമ്പോഴാണ്. ബർദുൽ ഐഷ് നമുക്ക് മലക്കുകളോടുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ശരിയുത്തരം പ്രദാനം ചെയ്ത് നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവിടെ വിരിക്കപ്പെടുമ്പോഴാണ്. സ്വർഗത്തിലേക്ക് നമുക്ക് ഖബറിൽ നിന്ന് വാതായനം തുറക്കപ്പെടുകയും ആ സ്വർഗീയ പരിമളങ്ങളും സ്വർഗീയ സുഗന്ധങ്ങളൊക്കെ നമ്മളെ തേടി വരുമ്പോഴാണ്. ഖബറിൽ നമ്മൾ പറഞ്ഞ ഉത്തരം ശരിയാണെന്നുള്ള വിളംബരം അത് വരുമ്പോഴാണ് നമുക്കെപ്പോൾ ബഅദൽ മൗത്ത് ബർദൽ ഐസ്, ജീവിതത്തിൻ്റെ ആ തണുപ്പും കുളിരും അനുഭവിക്കാൻ സാധിക്കുക. ഉത്തരം ശരിയല്ല എങ്കിൽ ബർദൽ ഐസ് അല്ല, പിന്നെയോ ആ നരകത്തിയിൽ നിന്നുള്ള ഹറും രീഹും ചുടുകാറ്റും പിന്നെ ചൂടുമൊക്കെയാണ് തേടി വരിക. അപ്പോൾ ഐസും ബർദല്ല, ഐസ് ഹറാൻ, ചൂടാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. അതുകൊണ്ടാണ് ഇവിടെ വബർദൽ ഐസ് ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ജീവിത കുളിർമ അല്ലെങ്കിൽ കുളിർ, തണുപ്പ്, അതിനു വേണ്ടിയിട്ട് തേടാൻ പഠിപ്പിക്കപ്പെട്ടത്. തീർന്നില്ല ഈ ദുആൻ്റെ ബാക്കി ഭാഗം. വഅസ്അലുക ലദ്ദത്തൻ നദർ ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖായിക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് തേടുന്നു ലദ്ദത്തൻ നദർ ഇലാ വജ്ഹിക്, നിൻ്റെ തിരുമുഖത്തേക്കുള്ള നോട്ടത്തിൻ്റെ മാധുര്യം, വശൗഖ ഇലാ ലിഖായിക്, നിന്നെ കണ്ടുമുട്ടാനുള്ള പൂതിയും ആഗ്രഹവും. ഇത് വളരെ വിശിഷ്ടമായ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ലദ്ദത്തൻ നദർ ഇലാ വജ്ഹിക്, അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്കുള്ള നോട്ടത്തിൻ്റെ ലദ്ദത്ത്, സുഖം, ആസ്വാദനം. മറ്റൊന്ന് വശൗഖ ഇലാ ലിഖായിക്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള പൂതിയും ആഗ്രഹവും. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇഹത്തിലെയും പരത്തിലെയും ഏറ്റവും അത്യയമായ വിശിഷ്ടമായ രണ്ട് കാര്യങ്ങൾ ഇതിൽ സമഞ്ജസമായി ഇതിൽ ഒന്നിച്ചു. ഇഹത്തിൽ നമുക്ക് ഏറ്റവും വിശിഷ്ടമായത് എന്താ? അശൗഖു ഇലാ ലിഖായിക്, അള്ളാഹിനെ കണ്ടുമുട്ടാനുള്ള പൂതി, ആഗ്രഹം. അതാണ് ഈ ദുനിയാവിൽ ഏറ്റവും അത്യവിശിഷ്ടമായത്. പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുമായി സന്ധിക്കണം. അത് ഈ ദുനിയാവിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വിശിഷ്ടമായ പൂതി, ആഗ്രഹമാണ്. ആഖിറത്തിൽ ഏറ്റവും വിശിഷ്ടമായത് എന്താണ്? ലദ്ദത്തുൻ നദർ ഇലാ വജ്ഹിക്, അള്ളാഹിൻ്റെ തിരുമുഖത്തേക്കുള്ള നോട്ടം, അതിൻ്റെ ആ സുഖം. അബ്ദുർ റഊഫുൽ മനാവി അദ്ദേഹം പറയുന്നുണ്ട്, പരലോകത്ത് അള്ളാഹിനെ സ്വർഗത്തിൽ വെച്ചല്ല കാണാം, സ്വർഗത്തിൽ വെച്ച് മാത്രമല്ല കാണാം, സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കാണും. എവിടെയും വെച്ച് കാണും? വിചാരണ വേദിയിലും കാണും. വിശ്വാസികൾ വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിനെ കാണും. പക്ഷേ ആ കാഴ്ചയും സ്വർഗത്തിലെ കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിനെ കാണുമ്പോൾ അത് മഹാബത്തിൻ്റെയും ജലാലിൻ്റെയും കാഴ്ചയാണ്. അള്ളാഹുവിൻ്റെ ആ ഗൗരവം, അള്ളാഹുവിൻ്റെ ആ ഗാംഭീര്യം, അതിൽ ഉള്ള കാഴ്ചയാണ്. അവിടെ ലദ്ദത്തില്ല ആ കാഴ്ചയിൽ. പിന്നെയോ അള്ളാഹുവിനുള്ള ഗാംഭീര്യവും അള്ളാഹുവിൻ്റെ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാഴ്ചയാണ്. പക്ഷെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ,
അത് ലദ്ദത്തിൻ്റെ കാഴ്ചയാണ്, സുഖത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കാഴ്ചയാണ്. അതുകൊണ്ടാണ് പിന്നെ ഹദീസിൽ കാണാം ഈ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ, സൂറത്ത് യൂനിസിലെ ആയത്തിൻ്റെ തഫ്സീറിൽ സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹു നിന്നുള്ളൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് അദ്ദേഹം പറയുകയാണ്, ഇദാ ദഖലൽ അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, അതുരീദൂന അസീദുക്കും ഷൈഅൻ, നിങ്ങൾക്ക് ഞാൻ വല്ലതും ഏറെ തരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലെത്തിയില്ല. അവർ പറയുകയാണ്, അലം തുബയ്യിദു വൂജൂഹന, പടച്ചോനെ നീ ഞങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കിയില്ലേ, സ്വർഗ്ഗത്തിൽ നീ ഞങ്ങളെ എത്തിച്ചില്ലേ, ഞങ്ങളുടെ മുഖങ്ങളൊക്കെ പ്രസന്നമായി, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രസന്നമാക്കിയില്ലേ. ഓ തുദ്ഖിൽനൽ ജന്ന ഓ തുനജ്ജിന മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, ഇനി എന്താ ഏറെ വേണ്ടത് പറയുന്നത്. അപ്പോഴാണ് ഹദീസിൽ കാണാം ഫയുക്ഷഫുൽ ഹിജാബ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയ്ക്ക് പിന്നിൽ, പർദ്ദയ്ക്ക് പിന്നിലാണ് ആളുകളോട് സംസാരിക്കുന്നത്, സ്വർഗ്ഗവാസികളോട്. ഫയുക്ഷഫുൽ ഹിജാബ് എന്നാണ്. അതോടുകൂടി അള്ളാഹുവിൻ്റെയും ഈ സ്വർഗ്ഗവാസികളുടെയും ഇടയിലുള്ളതായ ഹിജാബ്, പർദ്ദ നീങ്ങും, അത് മാറും. അപ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ കാണും. ഫയുക്ഷഫുൽ ഹിജാബ്, അതോടുകൂടി ഈ ഹിജാബ് നീങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നോക്കിക്കാണും. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ വജ്ഹിഹി എന്നാണ്. സ്വർഗത്തിൽ അവർ പ്രവേശിച്ച് സ്വർഗീയ സുഖങ്ങൾ അവർ ആസ്വദിച്ചു. പക്ഷേ അവർ അള്ളാഹുവെ നോക്കിക്കാണുന്നതിനേക്കാൾ ആസ്വാദികരമായ വിശിഷ്ടമായി ഒന്നും അവർക്ക് നൽകപ്പെട്ടിട്ടേ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ അവർ ആസ്വാദനത്തിൻ്റെ നോട്ടം അത് അള്ളാഹുവിൽ നോക്കുന്നു. അതാണ് വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന ആയത്തിൻ്റെയൊക്കെ. അതേപോലെ തന്നെ അലൽ അറായികി യൻദുറൂൻ എന്ന് പറയല്ലേ. അതേപോലെ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അതേപോലെ തന്നെ വലദൈന മസീദ് എന്നൊക്കെ പറയില്ലേ വിശുദ്ധ ഖുർആനിൽ. അതൊക്കെ എന്താണ്? ഈ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ചിട്ടുള്ളതായ ഈ കാഴ്ചയാണ്. അതാണ് ഈ കാഴ്ചയാണ് ലദ്ദത്തുൻ നദർ, അള്ളാഹുവിനെ ആസ്വാദനത്തോട് കൂടിയിട്ടുള്ള നോക്കിയിട്ടുള്ള കാഴ്ച. പരലോക കോടതിയിൽ കാണുമ്പോൾ അത് ഇജ്ലാലിൻ്റെയും മഹാബത്തിൻ്റെയും നോട്ടാണ് എന്നുള്ളതാണ്. ഏതായാലും അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് അതാണ്, വഅസ്അലുക ലദ്ദത്തൻ നദർ ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ പൂതി, ആഗ്രഹം, ഷൗഖ്. അതൊക്കെ കുറച്ചുകൂടി വിശദീകരിക്കേണ്ട വിഷയം കൂടിയാണ് ഈ ഷൗഖ്, അഷ്വാഖ് എന്ന പറഞ്ഞൊക്കെ വിഷയം. പിന്നെ അതിൽ തുടർച്ചയിൽ ഫി ഗൈരി ദർറ മുദിറ വല ഫിത്നത്തി മുദില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതും അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കേണ്ടതും ഫി ഗൈരി ദർറ മുദിറ, അല്ലെങ്കിൽ മിൻ ഗൈരി ദർറ മുദിറ, എന്താ ഒരു ഉപദ്രവം ഏൽക്കാത്ത വിധം, വല ഫിത്നത്തി മുദില്ല, പിഴപ്പിക്കുന്ന ഒരു പരീക്ഷണം അതിന് ഇരയാക്കാത്ത വിധമായിരിക്കണം എന്നാണ്. ഇതൊക്കെ പരലോക കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ എന്തൊക്കെ ഫിത്നകൾ, എന്തൊക്കെ വിപത്തുക്കൾ നമ്മളെ വേട്ടയാടാറുണ്ട്. കാരണം ഈ ദുനിയാവ് എന്താ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് കുറേ എന്തുണ്ട്? മുഖാദഹത്ത്, നമുക്ക് കുറേ അഭിമുഖീകരിക്കാനുണ്ട്, പലതിനോട് നമുക്ക് ഏറ്റുമുട്ടാനുണ്ട്, പലതും നമ്മൾ തരണം ചെയ്യാനുണ്ട്. ആ ഏറ്റുമുട്ടലിൽ, തരണം ചെയ്യലിൽ, ഈ കാൽവെപ്പുകളിൽ ഇടറുന്ന, പതറുന്ന, വീഴുന്ന പല അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് ഫി ഗൈരി ദർറാ മുദിറ വലാ ഫിത്നത്തി മുദില്ല, ഉപദ്രവകരമായ ഒരു വിപത്തിന് ഇരയാകാതെ, പിന്നെ പിഴപ്പിക്കുന്ന ഒരു ഫിത്നക്ക്, കുഴപ്പത്തിന് വിധേയനാകാതെ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണം, അള്ളാഹുവിൻ്റെ തിരുമുഖ ദർശനം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതൊരു വലിയ വിഷയമാണത്. ആ ഒരു ദർറാ മുദിറ വല ഫിത്നത്തി മുദില്ല എന്നുള്ള പ്രയോഗം നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ച്, അൽവാബിസിയെക്കുറിച്ച്, അൽവാബിസി എന്ന് പറയുന്നൊരു വ്യക്തി മുസ്ലിമായിരുന്നു, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം ഖുർആൻ്റെ കാര്യമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഖുർആൻ പഠിച്ച് പാരായണം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു അൽവാബിസി. അൽവാബിസി എന്നാണ് അയാളുടെ പേര്, അൽവാബിസി അൽ മഖ്സൂമി. അയാൾ എന്താ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ട ഒരു ഭരണകാലത്താണ് അദ്ദേഹം മദ്യപാനത്തിന് വിധേയനായി. അല്ലാഹു കാക്കട്ടെ, ഔദു ബില്ലാഹ്. അങ്ങനെ അദ്ദേഹത്തിന് ശിക്ഷാ കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അയാൾ മുങ്ങുകയാണ് ചെയ്തത്. യുദ്ധബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചിത മുതൽ നൽകിയിട്ട് ഖലീഫ കൊന്നത് ഇസ്മായിൽ ബിൻ അബിൽ ഹക്കം എന്ന് പറഞ്ഞൊരു വ്യക്തിനെ വിടാണ്.
എന്തിന് പിന്നെ ഈ കുസ്തന്തീനിയൻ നാടുകളിൽ പോയിട്ട് മുസ്ലിം ബന്ദികളെ മോചനദ്രവ്യം നൽകിയിട്ട് വിട്ടുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാളെ നിയോഗിക്കുകയാണ്, ഇസ്മായിൽ എന്നവരെ നിയോഗിക്കുകയാണ് ഖലീഫ. അങ്ങനെ ഇസ്മായിൽ എന്നിവർ കുസ്തന്തീനിയയിൽ പോയപ്പോൾ അവിടെ റോമാക്കാരാണ്, നസാറാക്കളാണ്. അവിടെ നിന്നാണ് ഒരു അറബി കവിത കേൾക്കുന്നത്. അദ്ദേഹം ഒരു അറബിയുടെ കവിത കേൾക്കുകയാണ്. ആ കവിതയിൽ സലീമുൻ മല്ല മിൻഹു അഖ്റബുഹു വവദ്ദഉഹുൽ മുദാവി വൽ ഹമീമു ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു വരികൾ. ഏതായാലും നല്ലൊരു അറബി കവിത ഈ ഇദ്ദേഹം കേൾക്കുകയാണ്, ഇസ്മായിൽ എന്നവർ കേൾക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ റോമക്കാരുടെ നാട്ടിൽ, അനറബികളുടെ നാട്ടിൽ ഒരു അറബി കവിത ആരാന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിയാണ്, അസിലത്തുൽ വാബിസിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചനദ്രവ്യമായിട്ട് വന്നതാണ്. ഈ മോചനദ്രവ്യം കൊണ്ട് മോചിപ്പിക്കാൻ ഏറ്റവും അർഹപ്പെട്ട ആൾ നിങ്ങളാണ്, നിങ്ങൾ വരും പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വരില്ല എന്ന് പറയുന്നത്. എനിക്കിവിടെ കുടുംബം കുട്ടികളൊക്കെ ആയി. അദ്ദേഹം മതം മാറി മതപരിത്യാഗിയായിട്ട് അവിടെ ജീവിക്കാം. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നിങ്ങൾ കുഫറിൽ പൂണ്ടു പോയിട്ടില്ല എങ്കിൽ ഞാൻ മോചനദ്രവ്യം നൽകിയിട്ട് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. നിങ്ങൾ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചില്ല മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഖുർആൻ പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് വല്ലത് ഹെഫ്ള് പണ്ട തലയിലും ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാനൊക്കെ മറന്നുപോയി. റുബമായ യവദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ എന്നൊരായത്ത് അതുണ്ട് മനസ്സിൽ നിന്ന്. റുബമായ യവദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, അവിശ്വസിച്ചവർ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകും എന്ന് പറയുന്ന ആശയത്തിലുള്ള ആയത്ത് അതെനിക്കറിയാം എന്ന് അയാൾ പറയുന്നുണ്ട് എന്നാണ് ആ സംഭവത്തിൽ പറയുന്നത്. മനസ്സിലല്ലേ? അയാളോട് ചോദിക്കാണ്, നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച ആളല്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ ഇസ്മായിൽ എന്നവർ. അതേ ആയിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കുഫറിൽ പൂണ്ടുപോയി എന്നിട്ട് അദ്ദേഹം വരാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. മോചനദ്രവ്യം നൽകിയിട്ട് നിങ്ങളെ വിടാമെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഞാൻ പറഞ്ഞത് ജീവിത സഞ്ചാരത്തിൽ പിന്നെ വേദിയിൽ പലവിധ ഫിത്നകൾ മനുഷ്യന്മാരെ ഉലക്കുന്ന പിടിക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പം അതിനൊക്കെ വിധേയമാകാതെ മിൻ ഗൈരി ദർറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല എന്ന് പിന്നെ അവിടെ ആ അനുബന്ധം ആ ദുആയിൽ വന്നത്. പിന്നെ അതിൻ്റെ അവസാനത്തിൽ അല്ലാഹുമ്മ സയ്യിന്ന ബിസീനത്തിൽ ഈമാൻ, അള്ളാഹുവേ നീ ഞങ്ങളെ അലങ്കരിക്കണമേ. ഏതിൻ്റെ അലങ്കാരം? ബിസീനത്തിൽ ഈമാൻ, ഈമാനിൻ്റെ അലങ്കാരം, സൗന്ദര്യം. നമുക്കറിയാം സൗന്ദര്യം രണ്ടുണ്ട്. ഒന്ന് നമ്മളുടെ അകം ഉൾക്കൊള്ളേണ്ട സൗന്ദര്യം, മറ്റൊന്ന് നമ്മുടെ പുറം ഉൾക്കൊള്ളേണ്ട സൗന്ദര്യം. പുറത്തിൻ്റെ സൗന്ദര്യം എല്ലാവരും കരുതും, പക്ഷെ അകത്തിൻ്റെ സൗന്ദര്യം അത് എങ്ങനെ ഉണ്ടാവുക? അത് നമ്മളിങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ പിന്നെ അകമ്പടിയിൽ ഉണ്ടാക്കേണ്ട സൗന്ദര്യമല്ല, അകത്തിൻ്റെ സൗന്ദര്യം ഈമാൻ്റെ സൗന്ദര്യം. അതിനും ഈമാനാണ് മാറ്റുകൂട്ടേണ്ടത്, അത് അലങ്കൃതമാക്കേണ്ടത് ഈമാനാണ്. അതിനാണുള്ള തേട്ടാണ് അല്ലാഹുമ്മ സയ്യിന്ന ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാത മുഹ്തദീൻ. എന്താ വജഅൽന, അള്ളാഹു നീ ഞങ്ങളാക്കണമേ ഹുദാത്തൻ. ഹുദാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? മാർഗദർശികൾ, ആളുകൾക്ക് വഴി കാണിക്കുന്നവർ, പ്രബോധകന്മാർ, മനുഷ്യന്മാർക്ക് നേർവഴി കാണിക്കുന്നവരാക്കണമേ എന്നാണ്. അതാ വജഅൽനാ ഹുദാത്തൻ. പക്ഷേ നേർവഴി കാണിക്കുന്ന പലരും നേർവഴിയിലല്ല, അത് സങ്കടമാണ്. നേർവഴി കാണിക്കുന്ന പലരും നേർവഴിയിലല്ല. ചെല്ലടാ കെലിമ എന്ന് പറയുന്ന ആളുണ്ട്, പക്ഷേ കെലിമ ചെല്ലാൻ അറിയുന്നവൻ നേരാൻ വിധം അതാണ്. വജഅൽനാ ഹുദാത്തൻ, നീ ഞങ്ങളെ നേർവഴിയിലേക്ക് നടത്തുന്നവരാക്കണമേ, സന്മാർഗികളാക്കണമേ. മുഹ്തദീൻ, മുഹ്തദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ സന്മാർഗം ഉൾക്കൊള്ളുന്നവരായി, സ്വയം നന്നായി മറ്റുള്ളവരെ നന്നാക്കുന്നവരാക്കണമെന്നാണ്. വജഅൽനാ ഹുദാത്തൻ മുഹ്തദീൻ. പലരും മറ്റുള്ളവരെ നന്നാക്കാൻ മിടുക്കന്മാരാണ്, സ്വയം ചീഞ്ഞ്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ സ്വയം നന്നായി മറ്റുള്ളവരെ നന്നാക്കുന്നവരാക്കണമെന്നാണ് വജഅൽനാ ഹുദാത്തൻ മുഹ്തദീൻ. ചില നിവേദനങ്ങളിൽ വജഅൽനാ ഹുദാത്തൻ മഹ്ദിയീൻ എന്നാണുള്ളത്. ഇതേ ആശയത്തിൽ ഈ ഒരു ദുആ, അതിൻ്റെ പ്രയോഗങ്ങൾ ശരിയാണ്. ചില പദങ്ങൾ ഇതിൽ കൂടുതലുണ്ട് സാധാരണ മറ്റു ദുആകളെ അപേക്ഷിച്ച്. പക്ഷേ ഈ ദുആ നമ്മൾ കഴിയുന്നത്ര ഇത് പഠിക്കാൻ ശ്രമിക്കണം. ഒരു അരമണിക്കൂറുണ്ടായിരുന്നെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും. ഇനി നമുക്കിത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത് നമ്മൾ എഴുതി കരുതി ചൊല്ലി നമ്മളതിനെ നമ്മളുടെ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിൽ ഇരുന്ന് നമ്മൾ നിർവഹിക്കണം. അതേപോലെ തന്നെ നമ്മൾ മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. വളരെ അർത്ഥവത്തായ ഒരു ദുആയാണ്. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഊ ബിഹി. ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമായിരുന്നു. അതിനെ അമ്മാർ റളിയല്ലാഹു തആല നിർവഹിക്കുവാൻ തിരഞ്ഞെടുത്ത സമയം ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പഠിക്കുന്നതോടൊപ്പം ഈ ഒരു ദുആ അതിൻ്റെ പ്രാധാന്യത്തിൽ ഉൾക്കൊണ്ട് നിർവഹിക്കണം എന്നുള്ളതാണ് ഉണർത്താനുള്ളത്. ഈ സംഭവം ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്തു. ഇമാം നസായി അവിടുത്തെ സുനനിലും
ഇത് റിപ്പോർട്ട് ചെയ്തു. സഹിഹായ ഹദീസാണ്. ഞാനെൻ്റെ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ നാഥൻ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മുടെ നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ കനിയുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ മഗ്ഫിറത്തും മർഹമത്തും വിശാലമാക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വഴികേടിൽ കഴിയുന്നവരെ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മാതാപിതാക്കളും മക്കളുമായി നമ്മുടെ മാതാപിതാക്കളെയും ഈ ദുനിയാവിൽ കണ്ണിചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കണ്ണിചേരാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.